നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. മാധ്യമപ്രവർത്തകർ അവർ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്താലും, ഇനി ബിസിനസ് ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റ് ആണെങ്കിലും അല്ല സംരംഭങ്ങളുടെ ആ മേഖലയിലാണെങ്കിലും അവർ ചെയ്യുന്ന ജോലിയോട് നിഷ്പക്ഷതയും നീതിയും പുലർത്തണം. ജുഡീഷ്യൽ സംവിധാനത്തെ പോലെ തന്നെ മാധ്യമപ്രവർത്തകരും നിഷ്പക്ഷരായിരിക്കണം. നീതി ന്യായ വ്യവസ്ഥകളിൽ ബോധമുണ്ടായിരിക്കണം. സത്യസന്ധത വേണം. ഇതൊക്കെ വേണം. ഇതൊക്കെ ഇല്ലെങ്കിൽ ജനം നമ്മളെടുത്ത് ഉടുക്കും അല്ലേ? എന്നിട്ട് ആ ഒരു അവസരമാണ് ഈ നീലക്കുയിൽ യൂട്യൂബർമാരെ കൊണ്ട് ഈ ശരിക്കും ജീവിക്കുന്ന മാധ്യമപ്രവർത്തകരെ കൊണ്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു നിലപാടിൽ നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയൊരു ചാനൽ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടി സംരക്ഷണം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഏറ്റവും വലിയ ചാനലിൻ്റെ ഏറ്റവും വലിയ ന്യൂസ് ഇട്ടർ എന്ന് അവർ ഭാവിക്കുന്നു. മലപ്പുറം അടുപ്പൂട്ടി ചർച്ചയിലെ ഉന്നത വ്യക്തിത്വം, കൊണ്ടോട്ടിയിലെ താഴം ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വീട്, വാഴയൂർ താഴം ഭാഗത്ത് വീട് ഒഴിഞ്ഞപ്പോൾ, വീട് താമസം മാറിയപ്പോൾ ഇച്ചിരി പ്ലാസ്റ്റിക് വേസ്റ്റ്, കേരളം നിരോധിച്ചിരിക്കുന്ന ഇച്ചിരി പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് വരും, നമ്മൾ ഒരു കണ്ടെയ്നർ നിറയെ. അതെ, അതിലെല്ലാം ഉണ്ട്. വീട്ടിലെ കുഞ്ഞിൻ്റെ ID കാർഡുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സുള്ള പ്ലാസ്റ്റിക് പേപ്പറുണ്ട്, എല്ലാം പ്ലാസ്റ്റിക്. അതായത് മാലിന്യം, ആ വീട്ടിന് ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യം, അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത എല്ലാം കൊണ്ടുവന്ന് പൊതുനിരത്തിൽ അങ്ങ് തള്ളി. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ അതിൽ നിന്ന് തെളിവ് കിട്ടി, ഇദ്ദേഹത്തിൻ്റെ പേര് കിട്ടി, മേൽവിലാസമുണ്ട് അതിനകത്ത്. അങ്ങനെയാണല്ലോ തെളിവെടുക്കുന്നത്. നിഷേധിച്ചു. ഞാൻ വേറെ ഏജൻസി ഏൽപ്പിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിഷേധിച്ചു. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് വരാം. കാരണം കേരള ടി വി കണ്ടപ്പോഴാണ് ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. കേരള ടി വിയാണ് അത് പുറത്തു കൊണ്ടുപോകുന്നത്. അതെ. ജൂൺ 29 വാഴയൂർ താഴം ഭാഗത്ത് വൻതോതിൽ അജൈവ മാലിന്യങ്ങൾ തള്ളിയതായി കണ്ടത്. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിൻ നൽകിയ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരെത്തി മാലിന്യം പരിശോധിച്ചു. മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് സി ദാവൂദിന്റെ അഡ്രസ്സുള്ള കവറുകളും മകളുടെ സ്കൂൾ ID കാർഡും കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതർ വിശദീകരണം തേടി. വീട് മാറിയപ്പോൾ മാലിന്യം ഒഴിവാക്കാനായി നാഫിൽ പെരുമണ്ണയുടെ ഉടമസ്ഥതയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയെ ഏൽപ്പിച്ചുവെന്ന വിശദീകരണമാണ് ദാവൂദ് നൽകിയത്. ഇയാളെയും പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. എന്നാൽ മാലിന്യം തള്ളിയത് നാഫിൽ സമ്മതിച്ചില്ല. തുടർന്നാണ് നിയമ നടപടികളിലേക്ക് കടന്നത്. ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളി പരിസ്ഥിതി മലിനീകരണമുണ്ടാക്കിയതിനും പൊതുജനാരോഗ്യത്തിന് ഭീഷണി ഉയർത്തിയതിനും ദാവൂദ്, മാലിന്യ കരാറെടുത്ത നാഫിൽ എന്നിവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി വാഴക്കാട് SHOക്ക് പരാതി നൽകി. മാലിന്യം കടത്താൻ ഉപയോഗിച്ച വാഹനം കണ്ടെത്താൻ പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വാർത്ത കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ 6 മാസത്തെ ഈ ശൈശവ ദിശയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു തുടക്കത്തിലൊരു ഒരു ടൈം ഉണ്ടല്ലോ, മധുവിധ കാലം. ഈ മധുവിധ കാലത്താണ് തൊട്ടടുത്ത മാസം ഫെബ്രുവരിയിലായിരുന്നു നമ്മുടെ ആറ്റുകാൽ പൊങ്കാല വന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ വെള്ളം കിട്ടുന്നു, മഴയും ഉണ്ടായിരുന്നു. മഴ പെയ്യുന്നു, വെള്ളം കിട്ടുന്നു. മേയർ VV രാജേഷ് വന്ന് കോരിക്കളയുന്നില്ല. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് മാലിന്യം കിടന്ന് അത് രണ്ടാമത്. ഈ ഉത്സവം നടന്നുകൊണ്ടിരുന്നപ്പോൾ മാലിന്യമില്ല. ആശാനാഥ് ബക്കറ്റും കൊണ്ട് വരുന്നില്ല. എവിടെ ആശാനാഥ് ബക്കറ്റുമായി വരാത്തത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. പൊങ്കാല സമയത്ത് കൃത്യമായിട്ട് കഴിഞ്ഞ ഏത് വർഷമായാലും തിരുവനന്തപുരം നഗരസഭയിലെ ഉദ്യോഗസ്ഥരടങ്ങിയ മിഷനറി എങ്ങനെയാണ് ആ പൊങ്കാല മാലിന്യങ്ങൾ നീക്കം ചെയ്തത്, അതേ സിസ്റ്റം, അതേ ജീവനക്കാർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എങ്ങനെ നടന്നോ അതുപോലെ തന്നെ അതേപോലെ മേയർ മാറി എന്ന് പറഞ്ഞാൽ അതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. രാജേഷ് ഭരിച്ചാലും ആര്യ രാജേന്ദ്രൻ ഭരിച്ചാലും അതൊക്കെ കൃത്യമായിട്ട് നടന്നോളൂ. അല്പം കൂടെ സൂപ്പർവൈസറി കാര്യക്ഷമത കൂടിയെങ്കിലേ ഉള്ളൂ. അതിപ്പോ രാജേഷ് മേയറായി BJP വന്നു. അപ്പൊ അതുകൊണ്ട് കുറെ കൂടെ ശുഷ്കാന്തി കാണിക്കും. അതെ. അപ്പോഴാണ് ചിലപ്പേരൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് ഈ ജീവനക്കാർ ഒരു ആറ്റുകാലിന്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് നിന്ന് മാലിന്യം നീക്കി വേറൊരു സ്ഥലത്ത് പൊങ്കാലയിലേക്ക് നീക്കി അവിടുന്ന് പോകുമ്പോൾ അവിടെ വേറെ മാലിന്യം വരുന്നു. ഈ പാക്കറ്റ്
റെഡി ടു യൂസ് മാലിന്യം. അപ്പൊ ഇവര് ക്ലീൻ ചെയ്തെടുത്ത് ആരോ കൊണ്ട് മാലിന്യം ഇടുന്നു, ചിത്രം എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. മുൻ മന്ത്രി ശിവൻകുട്ടി രൂക്ഷമായ ഭാഷയിൽ, അദ്ദേഹം വന്ന മന്ത്രിയാണ്, രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. വീണ്ടും വേറെ സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്നു, അവിടെ വീണ്ടും മാലിന്യം പ്രത്യക്ഷപ്പെടുന്നു. എവിടുന്നാണ് പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെടുത്തിയ ഇപ്പോഴും നഗരം നാറുന്നു ഈ ചാനലിനും. എങ്ങാണ്ടൊരു പട്ടി കിടക്കുന്നതിന്റെ ഇത് വെച്ചിട്ട് തമ്പാനൂര് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ എന്തോ ആണ് പട്ടി കിടക്കുന്ന ഒരു പട്ടിയുടെ ദൃശ്യം. ഒരേ ഒരു പട്ടിയാണ് കിടക്കുന്നത്. അതിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അവതാരക ഇങ്ങനെ മൈക്കിലൂടെ പിന്നെ ഇങ്ങനെ ഇത് പറയുന്നു, വാർത്ത കൊടുക്കുന്നു. ഇതെടുത്തിട്ട് ഇവിടുത്തെ ചാനലുകൾ, മുൻനിര ചാനലുകളല്ല, എനിക്ക് തോന്നുന്നു 1-2 ഒഴിച്ച് ബാക്കിയെല്ലാം ഈ മീഡിയ വണ്ണുണ്ട്, മനോരമയുണ്ട്, ഇവരെല്ലാം ഈ നായ പ്രശ്നത്തിൽ വളരെ ഇതായിട്ട് പിന്നെ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കുന്നത്. വി വി രാജേഷ് നായെ പിടിക്കുന്നില്ല, വി വി രാജേഷ് അത് ചെയ്യുന്നില്ല, വി വി രാജേഷ് എന്ത് ചെയ്ത അവസാനം നായകൾക്ക് വേണ്ടി പ്രത്യേക ഷെൽട്ടറിന് തുടങ്ങി. മറ്റെന്തായിരുന്നു ഇതിനു മുമ്പ് വരെ? നായകളെ പിടിച്ച് അതിനെ വന്ധ്യംകരിച്ച് അതിന്റെ ചെവിയിൽ വന്ധ്യംകരിച്ചെന്ന് അറിയാനായിട്ട് ചെവിയിൽ ഒരു കട്ട് കൊടുക്കും, ഒരു മാർക്ക്, ഒരു വി കട്ടും കൊടുത്തിട്ട് തിരിച്ച് അതാണ് നിയമം, എവിടെ നിന്ന് പിടിച്ചോ അവിടെ അങ്ങ് തിരിച്ച് അവനെ അങ്ങ് ഇറക്കിയിടും. അപ്പം ആൾക്കാർ നോക്കുമ്പോ ഈ വന്ധ്യംകരിച്ചൊന്നും അവൻ കടിക്കില്ലേ? വന്ധ്യംകരിച്ചത് കൊണ്ട് കടിയില്ലാതാകും. അവൻ ഒരു നായയുടെ ജീവിതകാലം കണ്ടിട്ട് 14 മുതൽ 17 വർഷം വരെയൊക്കെയാണ് പരമാവധി. തെരുവ് നായ്ക്കളൊക്കെ അത്രയും. അപ്പൊ ഈ വന്ധ്യംകരിച്ച് ചെവിയും കട്ട് ചെയ്തുകൊണ്ടിരുന്ന നായ പിന്നെ 17 വർഷത്തേക്ക് ആരെയും കടിക്കില്ല എന്നാണ്. അല്ല, അവൻ കടിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? ഇതായിരുന്നു കഴിഞ്ഞ പ്രബുദ്ധ കേരളത്തിലെ നഗരസഭ, ഈ തിരുവനന്തപുരം നഗരസഭയിലെ 45 വർഷം കൊണ്ട് അവര് ചെയ്തുകൊണ്ടിരുന്നത്. ഭരണത്തിന്റെ ഈ മേന്മയായിരുന്നു. പക്ഷെ രാജേഷ് എന്ത് ചെയ്തു? നായ്ക്കളെല്ലാം പിടിച്ച് പ്രശ്നമില്ല അല്ലേ? അല്ല, ഇവിടെ ഇതാണ് രാജേഷ്, അതായത് പിന്നെ കാരണവർക്ക് അടുപ്പിലും ആകാം, അടുപ്പ് കൂട്ടി. അതെ, അത് അടുപ്പ് കൂട്ടിയും ആകാം. അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന കാരണവർക്ക് അടുപ്പിലും ആകാം. അല്ല, മേയർ വി വി രാജേഷും കേരളം ഭരിക്കുന്ന സർക്കാരും കേന്ദ്ര സർക്കാരും ഇപ്പോൾ അതാരാണ്, ഇപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ, അവരൊന്നും മാലിന്യം ഇടരുത്. മനുഷ്യൻ ജീവിക്കുവോ അവിടെ മാലിന്യം ഉണ്ടാകും അല്ലേ? അത് സ്വാഭാവികമാണ്. മനുഷ്യനാണ് മാലിന്യം. മാത്രമല്ല, ജീവജാലങ്ങളെല്ലാം മാലിന്യം പുറന്തള്ളുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു, പ്രാണവായു ഓക്സിജനാണ്, പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്, മാലിന്യമാണ് അല്ലേ? അതൊക്കെ പിടിച്ചു വെക്കാൻ പറ്റുമോ? അത് പിടിച്ചു വെക്കാം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുവകളിലെ മാലിന്യം, അതിന്റെ അളവ് നമുക്ക് പരമാവധി കുറയ്ക്കാം. സീറോ വേസ്റ്റ് അല്ലെങ്കിലും ഈ ശ്വാസം എങ്ങനെ, അതായത് ഖരമാലിന്യം, ദ്രവമാലിന്യം, വായു മാലിന്യം, ഇത് നമുക്ക് പരമാവധി കുറച്ചു കൊണ്ടുവരാം അല്ലേ? അത് നമുക്ക് ചെയ്യാം. അതിന് പകരം നമ്മൾ അത് വർദ്ധിക്കുന്ന, അതിന്റെ അളവ് കൂടുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ അത് അപകടമാണ്, നമുക്ക് തന്നെയാണ് അതിന്റെ ദോഷം. തിരുവനന്തപുരത്ത് അതിപ്പോ നഗരസഭയും ഇതൊന്നും അല്ല, നഗരസഭയുമായി ബന്ധപ്പെട്ട് CPM മാന്യം പറഞ്ഞാണ്, വി വി രാജേഷ് വന്നതിന് ശേഷം നഗരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയെന്ന്. അപ്പൊ നമ്മളിത് പിടിച്ചു വെക്കണം. അതെ, എന്തൊരു തമാശയാണ്. അപ്പൊ ഇവിടെ ഞാൻ ആ വീഡിയോ, താങ്കൾ പറഞ്ഞ കൈരളി TVയുടെ വാർത്ത ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിലാണ് അത് വരുന്നത്. താഴംഭാഗം അല്ലേ? അവിടെ ഈ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ. അങ്ങനെ പഞ്ചായത്ത് ഈ ദാവൂദിനെ വിളിപ്പിച്ചു. അപ്പോൾ ദാവൂദ് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു, ഒരു സ്വകാര്യ ഏജന്റിന്റെ കൊടുത്തു, അയാൾ ഇത് വേണ്ട വിധത്തിൽ സംസ്കരിക്കാതെ അവിടെ കൊണ്ടിട്ടു എന്നാണ് പറയുന്നത്. നൗഫൽ എന്നും കണ്ടാണ് അയാളുടെ പേര്. അപ്പോൾ അയാളെ വിളിപ്പിച്ചു, പഞ്ചായത്ത് ഉടനെ അയാളെ വിളിപ്പിച്ചു. അയാൾ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഇല്ല, എന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ സംസ്കരിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് അയാൾ കൈമാറി. അപ്പോൾ പഞ്ചായത്തിന് വേറെ വഴിയില്ല, പഞ്ചായത്ത് കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് വന്ന് രണ്ടുപേരെയും ചോദ്യം ചെയ്തു. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഇത് കൊണ്ടുവന്ന് ഇട്ടത് ആരാണെന്ന് അറിയാനൊക്കെ വഴിയുണ്ട്. ഇന്നിപ്പോൾ എല്ലായിടത്തും CCTV ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ദാവൂദ് ഇട്ടതാണെങ്കിൽ ദാവൂദിനെ പൊക്കും, നൗഫലാണ് കൊണ്ടിട്ടതെങ്കിൽ ദാവൂദിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് മാലിന്യം വേണ്ട വിധത്തിൽ സംസ്കരിക്കാതെ കൊണ്ട് വഴി തള്ളിയതിന് നൗഫൽ മറുപടി പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ മാലിന്യം തള്ളിയ ആൾക്കാർ ആരായാലും പെട്ടു, നിയമ നടപടി വരും. പക്ഷെ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ദാവൂദ് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അങ്ങ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തൊട്ട് ഇങ്ങ്
നമ്മുടെ താഴത്തെ ഏറ്റവും ലോക്കൽ ബോഡിയിലെ വരെയുള്ള ഭരണ സംവിധാനത്തെ എത്ര വികൃതമായും മോശമായിട്ടുമൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. എന്തെല്ലാം കുറ്റമാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ സൗദി അറേബ്യയെ നോക്കൂ, നിങ്ങൾ അവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഇറാനെ നോക്കൂ, മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഏത് സംഭവം എടുത്താലും ഈ സി ദാവൂദും കൂട്ടരും മീഡിയ വണ്ണിൻ്റെ ഒരു പൊതുവായ അജണ്ട എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഹാപ്പി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനം കാണാറുണ്ടല്ലോ അല്ലേ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് മുഴുപട്ടിണിയിലാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ. അവിടെ ഹാപ്പി ഇൻഡെക്സ് ഇന്ത്യയേക്കാൾ വളരെ മുകളിലാണ്. എന്ത് ഇത് ഒരു സെൻസ് ഇല്ലാതെ, ഒരു സെൻസും ഇല്ലാത്ത വാർത്തകൾ എല്ലാവരും തോക്കുണ്ട്. അല്ല, ഗിൽജിത് ബാൾട്ടിസ്ഥാനിലോ POK കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇന്ത്യയിൽ ചേർന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പക്ഷെ ദാവൂദിനും കൂട്ടർക്കും അതൊന്നും ഒരു വിഷയമല്ല. അവരിങ്ങനത്തെ വാർത്തകൾ എടുത്തു വെച്ച് നമ്മൾ ഈ ഇന്ത്യയെ എവിടെയെല്ലാം താറടിച്ച് കാണിക്കാമോ, ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ, അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ VD സതീശൻ ഭരിക്കുന്നു. VD സതീശന് ഈ 3.5 കോടി മലയാളികളെയും തൃപ്തിപ്പെടുത്തി ഭരിക്കാൻ കഴിയില്ല. VD സതീശൻ വന്നാലും കെ സുരേന്ദ്രൻ വന്നാലും പിണറായി വിജയൻ ഇരുന്നാലും അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ജനങ്ങൾക്ക് പരമാവധി ഉപദ്രവം കുറച്ചുകൊണ്ട് പരമാവധി അവർക്ക് നന്മ ഏകാൻ ശ്രമിച്ചുകൊണ്ട് ഒരു ഭരണം നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. അതിനാണ് നമ്മൾ നിയമം, ആ നിയമമെല്ലാം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുണ്ടായി വന്നിരിക്കുന്ന നിയമങ്ങളാണ്. ആ നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അതിനെ അങ്ങനെ സമീപിക്കാതെ എന്തിനും ഏതിനും സർക്കാരുകളെ കുറ്റം പറഞ്ഞ്, തദ്ദേശ സ്ഥാപനങ്ങളെ കുറ്റം പറഞ്ഞ്, അതിനകത്ത് മതം കലർത്തി വിട്ട്, അതിനകത്ത് ജാതി കലർത്തി വിട്ട്, ഇപ്പോൾ ഒരു ഹിന്ദു വിഷയമാണെങ്കിൽ ഉടനെ അതിനകത്ത് ജാതി പറയും. അത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, ബ്രാഹ്മണാധീശത്വമാണ്, ഇപ്പുറത്ത് എര SC ആണ്, പിന്നെ വേട്ടക്കാരൻ ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ആളാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഇതിങ്ങനെ നിരന്തരം വിഷം മാത്രം വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ഇവരൊക്കെ. പക്ഷെ അവർക്ക് എന്ത് വൃത്തികേടും ചെയ്യാം. അവർ നാളെ വീട്ടിലേക്ക് കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് ഇതുപോലെ റോഡിൽ തള്ളും വേണമെങ്കിൽ. എന്നിട്ട് പറയും ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളത് പിന്നെ സംസ്കരിക്കാൻ കൊടുത്തിരുന്നു, അവർ കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് പറയും. എത്ര എളുപ്പം. അതാണ് ഈ, അതായത് നമ്മളെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇപ്പോൾ രാജേഷ് ജിക്കൊക്കെ നമ്മളുമൊക്കെ വീട്ടിൽ കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ മാലിന്യം ഉണ്ടാകാറുണ്ട്. നമ്മളത് സംസ്കരിക്കാനുള്ള, നമുക്ക് വീടുകളിൽ ഇപ്പോൾ സ്ഥലമില്ലാത്തത് കൊണ്ട് അതിനുള്ള ഏജൻസികൾ ആരാണോ അവരെ സമീപിച്ച് നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്, അതിനുള്ള പണവും കൊടുക്കുകയാണ്. ഇത് കൃത്യമായിട്ട് അവർ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, നമ്മുടെ ആ പരിസരത്തെങ്ങും ഇത് കൊണ്ട് തട്ടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. എൻ്റെ വീട്ടിലെ മാലിന്യം എടുത്തുകൊണ്ട് പോകുന്നയാൾ പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുന്നത് ഇന്ന ദിവസം, അല്ലാതെയുള്ള ഭക്ഷണ മാലിന്യം എടുക്കുന്നത് ഇന്ന ദിവസം എന്ന് പറഞ്ഞ് അവർ നമുക്ക് നേരത്തെ തന്നെ ഇത് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മൊബൈലിൽ മെസ്സേജ് അയക്കും. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണല്ലോ പൊതുവെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, ആണുങ്ങൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കും. ഈ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ മെസ്സേജ് വരും, അതിനനുസരിച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും, നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വണ്ടിയായിട്ട് നമ്മുടെ ഓഫീസുകളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വഴിയിൽ നോക്കൂ, ഇത് എവിടെയെങ്കിലും മാലിന്യം ഇട്ടിട്ടുണ്ടോ, നമ്മളെ ഈ പറഞ്ഞ പോലെ മാലിന്യം കിടപ്പുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും അല്ലേ. അങ്ങനെ മാലിന്യം കിടപ്പുണ്ടെങ്കിൽ നമ്മളത് അന്വേഷിക്കും. മാത്രമല്ല ഇപ്പം റെസിഡൻസ് അസോസിയേഷനുകൾ വളരെ ആക്റ്റീവാണ്. അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവർ വേറെ വലിയ സഹായങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, ഇതിലൊക്കെ അവർ, കാരണം എന്ന് വെച്ചാൽ ഇതില്ലേ വലിയ ശല്യമാണെന്ന്, ഇതിൽ ആ പ്രദേശം മുഴുവൻ രോഗം പിടിക്കും. ഈ പ്ലാസ്റ്റിക്കിനകത്ത് മഴവെള്ളം വീണ് അതവിടെ കിടന്ന് അതിൽ കൊതുക് മുട്ടയിട്ട്, അത് മലിനജലമായി അതിൽ കൊതുക് മുട്ടയിട്ട് ഇല്ലാത്ത രോഗങ്ങളെല്ലാം അല്ലേ, നിപ്പ മുതൽ സകലമാന കുരിശുകളും ഈ തരത്തിൽ പകർച്ചവ്യാധികൾ നാടൊട്ടൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കൊതുജന്യമായ രോഗങ്ങൾ വേറെ, ഡെങ്കി കിങ്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ, തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കും. ഇപ്പോൾ പഞ്ചായത്താണെങ്കിലും നഗരസഭയാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഈ കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. ഈ പരമാവധി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നഗരസഭയുടെ ആരോഗ്യ ഉദ്യോഗസ്ഥർ
നമ്മുടെയൊക്കെ വീടുകളിൽ സന്ദർശനത്തിന് വരുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പരിധിയാണ്, പഞ്ചായത്തിൽ നിന്ന് വരുന്നുണ്ട്. അവർ വന്നിട്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ ഇരിക്കുന്ന വെള്ളം മറ്റേ പ്ലാസ്റ്റിക്കിലാണ് ചെടിച്ചട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നെങ്കിൽ അവർ പറയും ഇത് ദയവ് ഇതൊന്ന് മാറ്റണം, ഒന്ന് വിരട്ടിട്ട് പോകും. ചിലപ്പോൾ അവർ ആദ്യമൊക്കെ മര്യാദയ്ക്ക് പറയും, പിന്നെ അവര് വരട്ടും. അവരുടെ ജോലിയാണത്, അവരുടെ ജോലിയാണത്. അവരൊന്ന് വിരട്ടും. ഇല്ല എന്താ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യില്ല. അത് മാത്രമല്ല, ഇത് എന്താ പറ്റണമെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് തന്നെ വിനയാണ്. തീർച്ചയായിട്ടും എന്റെ വീട്ടിലിരിക്കുന്ന ചെടിച്ചട്ടിയിൽ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്, ആ കൊതുക് എന്നെയാണ് കടിക്കുന്നത്. അല്ലാതെ എന്നെ കടിച്ചിട്ട് അയൽവക്കക്കാരനെ കടിക്കുള്ളൂ. അപ്പൊ ഇതൊന്നും നമ്മുടെ ദാവൂദിന് ബാധകമല്ല. അവര് മാലിന്യം കൊണ്ട് റോഡിൽ തള്ളും, എന്നിട്ട് വെല്ലുവിളിക്കും, എന്നിട്ട് അത് ഞാനല്ല, അത് ഏജന്റിനെ ഏൽപ്പിച്ചു, ഏജന്റാണ്. ഇപ്പൊ ഏജന്റ് ഏതോ പാവപ്പെട്ടവൻ, എന്നിട്ട് ഇതെല്ലാം ചെയ്തേച്ച് ഒന്ന് അടുപ്പൂട്ടി ചർച്ച നടത്തി ന്യായം പറയും. വലിയ വി രാജേഷ്, പിന്നെ VD സതീശൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ, അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞു വലിയ തട്ടുപൊളിപ്പൻ ന്യായങ്ങൾ പറയും. അവരുടെ നോട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഹുക്കുമത്ത് ഇലാഹിയ എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രം ഉണ്ടല്ലോ, അതാണ് ശ്രേഷ്ഠം. അതല്ലാത്തതെല്ലാം ഈ പറഞ്ഞതുപോലെ ഷിർക്കാണ്, പാപമാണ്. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം കൂടുന്നു, അല്ലെങ്കിൽ കൊച്ചിയിൽ മാലിന്യം കൂടുന്നു, കോഴിക്കോട് മാലിന്യം കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഈ അടുപ്പൂട്ടി വിമർശിക്കുക എന്ത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ യോഗങ്ങൾ നടക്കും. രാജേഷ് എത്രയോ വർഷമായിട്ട് കാണുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ശംഖുമുഖത്തൊക്കെ അത്തരത്തിലൊരു യോഗം നടന്ന അവിടെ മുഴുവനും വൃത്തികേടായിരിക്കും അല്ലേ. പിന്നെ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ വന്ന് വലിയ പ്രയത്നമൊക്കെ ചെയ്തിട്ടാണ് ഈ പ്ലാസ്റ്റിക് ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റ്, അതുപോലെ ഈ ചായയുടെ കപ്പ്, ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ഇല്ല, വളരെ കുറവാണ്. കാരണം ഇതേ രാഷ്ട്രീയ പാർട്ടി, അതായത് ആരാണോ അവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, ആ പരിപാടിക്ക് ശേഷം അവർ തന്നെ ഒരു കൂട്ടം വോളണ്ടിയർമാരെ, ആ പാർട്ടിയിലെ ആൾക്കാരെ നിയോഗിച്ച് ഇതെല്ലാം ഇതിനുള്ള അനുമതി ഇവിടെ ചേർത്ത് നഗരസഭയിൽ നിന്ന് വാങ്ങണം. അത് മാത്രമല്ല, ഇത് കാണിച്ചു കൊടുത്തത് എൻ്റെ ഓർമ്മ ശരിയാണ് RSSഉം സേവാഭാരതിയാണ്. അത് പിന്നീട് BJP എടുത്തു. അപ്പം BJPക്ക് ഇക്കാര്യത്തിൽ വലിയ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് ഇതെല്ലാം വളരെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ സേവാഭാരതി മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അവിടെ BJPയുടെ പരിപാടി അല്ല RSSൻ്റെ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഉടനെ വൃത്തിയാക്കി ശംഖുമുഖം ബീച്ച് ക്ലീൻ ചെയ്തു, അല്ലെങ്കിൽ എറണാകുളം മറൈൻ ഡ്രൈവ് ക്ലീൻ ആക്കി എന്ന് പറഞ്ഞ് വാർത്ത വരികയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വലുതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു. ഇതൊരു മൈലേജാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായി ഇത് നമ്മളിത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ദോഷമാണ്. ആൾക്കാർ കാരണം ഒരാളപ്പുറത്ത് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് വേറൊരാൾ ചെയ്യാതിരുന്നാൽ അതിനെല്ലാം എടുത്ത് ഇവർ അലക്കും, വാർത്തയാക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ കാര്യത്തിൽ ഇപ്പോൾ വലിയ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, നഗരസഭകളും പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും നിയമം മാറ്റി ഇതിന് അനുമതി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പരിപൂർണമായ ശുചിത്വം ഉറപ്പുവരുത്തണം എന്നുള്ളതും കൂടി അവർ ഒരു ക്ലോസ് അവിടെ വയ്ക്കുക. ഇത് LDF സർക്കാർ ഇരുന്ന് പണിയുന്ന ഈ തദ്ദേശ വകുപ്പിൽ ഈ പ്രത്യേക ക്ലോസ് വരുന്നത് അവർക്ക് തന്നെ മനസ്സിലായി ഇത് ഞങ്ങൾ ചെയ്തത് ശരിയായില്ല. കാരണം 2011-16 കാലഘട്ടത്തിലെ 12 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അല്ലേ, ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ നിരവധി സെക്രട്ടേറിയറ്റ് ഉപരോധങ്ങളാണ് നമ്മൾ കണ്ടത്. വെളിക്കിറങ്ങി അതായത് സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള മലമൂത്ര കിലോമീറ്റർ ആ സെക്രട്ടേറിയറ്റ് അതിന് താഴേക്കുള്ള ചെങ്കൽച്ചുള്ള ബേക്കറി ചെങ്കൽച്ചുള്ളിൽ അടി കൊടുത്തു വിട്ടു, നാട്ടുകാർ അടി കൊടുത്തു. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സ്റ്റാച്യൂന്ന് നമ്മൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ്, അതിന്റെ ഇടറോഡുകളെല്ലാം നശിപ്പിച്ച് വെളിക്കിറങ്ങി വൃത്തികേടാക്കി. ഇതേപോലെ ഇത് നഗരം അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈ നിയമങ്ങളൊക്കെ ആ മാധവരായ പ്രതിമ പോലും മൂക്കുപൊത്തേണ്ട ഗതികേട്. മാധവരായര് മാത്രമല്ല, തൊട്ടെതിരെ നിൽക്കുന്ന വേലുത്തമ്പി ആദ്യമേ മൂക്കുത്തി. അതെ, അത് കണ്ടാണ് മാധവരായർ മൂക്കുത്തി. അങ്ങനെ പ്രതിമകൾ മൂക്കുത്തി. അപ്പൊ അവർക്ക് തന്നെ ബോധ്യമായി ഇത് ശരിയല്ല, നിയന്ത്രിക്കണം. ഇത് തലയിൽ ഇത് കോരി ഒഴിക്കുന്നതിന് തുല്യമാണ്, മലന്നിടുന്ന് തുപ്പുന്നതിനേക്കാൾ ഭീകരമാണ്. പിന്നെ വളരെ മോശമാണ്, വിസർജ്യം കൊണ്ട് കുളിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ ജാഗരൂകരാണ്. നമുക്ക് കുറേയൊക്കെ നമുക്കിതിൽ ശ്രദ്ധയുണ്ട്. പിന്നെ ഏത് നാട്ടിലും കാണും അലുകുലുത്തുകൾ കുറച്ച്
അവന്മാർ ഇത് പറഞ്ഞ പോലെ റോഡിൽ തുപ്പുക, ഈ മാലിന്യ റോഡിലേക്ക് വലിച്ചെറിയുക, ഇതെല്ലാം ഈ വൃത്തികേടുകൾ ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ട്. ആര്യ രാജേന്ദ്രൻ്റെ കാലത്ത് തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവന്നൊരു സോണൽ ഓഫീസുകളിൽ കൊണ്ടുവന്നൊരു പ്രധാന ഒരു കാര്യം പറഞ്ഞുതരാം. പക്ഷെ അതൊരു നമ്മുടെ ഇപ്പോഴത്തെ IG ഓഫീസ് അവിടെ മ്യൂസിയത്തിൻ്റെ താഴെ നന്ദാവതി മുമ്പ് അവിടെയും ഉണ്ടായിരുന്നു. അതായത് നമുക്ക് തരംതിരിച്ച് കൊണ്ട് ഇപ്പം നമ്മുടെ ശ്രീരേഖ അടിയുണ്ടാക്കി, കൗൺസിലർ ശ്രീരേഖ DGP അടിയുണ്ടാക്കി പ്രശാന്തിനെ ഒഴിപ്പിച്ചൊരു ശാസ്ത്രജ്ഞ സോണൽ ഓഫീസ് ഉണ്ടല്ലോ, അവിടെ അവർ പറഞ്ഞെന്താണ് വേസ്റ്റ് കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നതാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കുപ്പിച്ചില്ല്, ഒരു ക്യാബിനിൽ ഒരു വലിയൊരു പെട്ടിക്കകത്ത് റബ്ബർ ചെരുപ്പുകൾ വേറൊന്നില്ല, പേപ്പർ വേസ്റ്റ് വേറൊന്നില്ല, മറ്റേ അഴുകുന്ന മാലിന്യം, ജൈവ മാലിന്യം എടുക്കില്ല, അജൈവ മാലിന്യം. അതെ. അപ്പം നമുക്കൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ പഞ്ചായത്തിൽ താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ഈ ഒരു ഗ്ലാസ് വീണ് പൊട്ടുകയോ അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ പൊട്ടുന്നു, കുപ്പിച്ചില്ലൊന്നും കൊണ്ട് കൊടുക്കാനായിട്ട് സ്ഥലമില്ല. അങ്ങനെ വരുമ്പോഴേ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവർ ഈ സോണൽ ഓഫീസുകളിൽ ഇത് തുറന്നു വെച്ചു. നല്ലൊരു കാര്യമായിരുന്നു. അപ്പം നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, സെപ്പറേറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് അവിടെ കൊണ്ട് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്തോളും. എന്നിട്ട് അവരത് സംസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ അതിനെ കൊടുത്ത്. ഇപ്പൊ അല്ലാതെ ഈ റോഡ് വക്കിൽ കിടന്ന് മഴയും വെയിലും കൊണ്ട് മഴവെള്ളം കെട്ടി നിന്ന് അത് വേറെ. അതിന് വേണ്ട നമുക്കൊരു കോമൺ സെൻസ് ആണ്. ഈ കുപ്പിച്ചിലടക്കമുള്ള, ചെരുപ്പടക്കമുള്ള, ബാഗുകൾ അടക്കമുള്ള ഈ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് കളയാനൊരു ഇടം നഗരസഭയുടെ വിവിധ ഓഫീസുകളിലുണ്ട്. നമ്മളത് വിനിയോഗിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കെട്ടി വയ്ക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നിട്ട് ഈ നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്നു. അപ്പം അങ്ങനെ സംവിധാനമുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നത് കഴിഞ്ഞ ഇടത് നഗരസഭാ ഭരണകാലത്ത് ചെയ്ത ഒരേ ഒരു കാര്യം അതാണ്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞത് നല്ല കാര്യം ആര് ചെയ്താലും നല്ല കാര്യമാണ്. അതിനകത്ത് നമുക്ക് എതിരഭിപ്രായം അവരെ പിന്തുണയ്ക്കുകയും ചെയ്യും. പിന്നെ അതെ ക്യാമറ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തദ്ദേശ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ ആര് ഭരിച്ചാലും, അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഭരിച്ചാൽ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് കുറേയൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ദാവൂദിന് പിടി വീണത്. ഇല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുമോ? അതവിടെ കിടന്ന് മണ്ണിൽ അലിഞ്ഞു ചേരത്തുമില്ല. അത് ഈ പറഞ്ഞ പോലെ പട്ടി കടിച്ചോണ്ട് പോകും. ഇതിപ്പോ പോലീസ് FIR ക്രിമിനൽ കുറ്റമാണ് ഇപ്പൊ, പഴയതുപോലെ. അതെ, ഈ കൊണ്ട് സത്യം ഈ ക്രിമിനൽ കുറ്റം മാത്രമല്ല, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് ഏത് വാഹനത്തിലാണോ ഇത് കൊണ്ട് തട്ടിയത്, ആ വാഹനത്തിനെ അതിന്റെ ഉടമസ്ഥനെ ഒക്കെ പൊക്കും. വാഹനം കണ്ടുകെട്ടി കൊടുക്കുകയാണ്. അതൊക്കെ പോലീസിന് ഇപ്പം നടപടികൾ എടുക്കാൻ കുറെ കൂടെ നിയമങ്ങൾ വളരെ കർക്കശമാണ്. പോലീസ് അതിന്റെ അനുസരിച്ച് നടപടി എടുക്കും. ഇതൊന്നും ഈ പറഞ്ഞതുപോലെ ഒരു ഫൈനിലൊന്നും തീരത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഫൈനൊക്കെ അടച്ചു ഊരാം. ഇതിപ്പോ ഫൈൻ അടച്ചു ഊരാൻ പറ്റില്ല. അപ്പോൾ ഈ വലിയ വായിൽ വർത്തമാനം പറയുന്ന, പിന്നെ ഈ പറയുന്നത് പോലെ ദൈവരാജ്യം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഭൂമി മുഴുവനും ഈ ദീനിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും അതിൻ്റെ ചാനലും അതിൻ്റെ ചാനലിൻ്റെ ന്യൂസ് എഡിറ്ററും ഒക്കെ വാസ്തവം പറഞ്ഞാൽ പെട്ടു. അല്ല, ഒരു മാലിന്യ സംസ്കരണത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതെ, അത് വെറുതെ വർത്തമാനം പറഞ്ഞാൽ പോരാ. അടുപ്പുകൂട്ടി ചർച്ച നടത്തിയിട്ട് ഈ അടുപ്പിൽ സാധിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇനി നടക്കില്ല. ഇത് രാജ്യം വേറെയാണ്, നിയമമൊക്കെ മാറി. അത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. മര്യാദയ്ക്കാണെങ്കിൽ നാട്ടിൽ ജീവിച്ചു പോവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടും. നിയമം നിങ്ങളെ പിടികൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.